ഇന്ത്യയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു രാജ്യമായിരുന്നു ബംഗ്ലാദേശ്. ഷേഖ് ഹസീന അവിടുത്തെ ഭരണാധികാരിയായിരുന്നപ്പോൾ എന്ത് നീക്കം നടത്തണമെങ്കിലും ഇന്ത്യയുമായി കൂടിയാലോചിച്ച് മാത്രമേ നടത്തുമായിരുന്നുള്ളൂ. അങ്ങനെയുള്ള ഷേഖ് ഹസീന ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ഭരണം അവിടെ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെയും പാകിസ്ഥാന്റെയും ഒക്കെ പാവ സർക്കാരാണ് അവിടെ നിലനിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഷേഖ് ഹസീനയുടെ കാലത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വളർന്നു വരുന്ന സാമ്പത്തിക വ്യവസ്ഥയുള്ള രാജ്യം അതായിരുന്നു ബംഗ്ലാദേശ്. മാത്രമല്ല, കഴിഞ്ഞ 10 വർഷത്തെ കാലമെടുത്താൽ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ സാമ്പത്തിക വളർച്ച ഉണ്ടായി. ഇന്ത്യയുടെ GDP-യുമായിട്ട് വരെ താരതമ്യം ചെയ്യാവുന്ന രീതിയിൽ ബംഗ്ലാദേശ് വളർന്നു. ഇന്ത്യയും വലിയ രീതിയിൽ സഹായമൊക്കെ ചെയ്തു കൊടുത്തു. പക്ഷേ ഈ ബംഗ്ലാദേശിൻ്റെ വളർച്ചയ്ക്കെല്ലാം സഹായകമായ ഷേഖ് ഹസീനയുടെ പ്രവർത്തനങ്ങളെ അവിടുത്തെ മതം തലയ്ക്ക് പിടിച്ച ആളുകൾ കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ നാട് പുരോഗമിച്ചാലും വികസിച്ചാലും ജനജീവിതം മെച്ചപ്പെട്ടാലുമൊന്നും ഈ മത തീവ്രവാദികൾക്കൊന്നും പ്രശ്നമല്ല. കാരണം മദ്രസ വിദ്യാഭ്യാസമൊന്നും നേടാതെ വിദേശ രാജ്യത്ത് പോയി ഉന്നത വിദ്യാഭ്യാസം നടത്തിയ ഷേഖ് ഹസീന ആ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് അവർക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യത്തിലേക്ക് വരികയാണ്. ഇവിടെ ഷേഖ് ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ട് അവിടുത്തെ ട്രിബ്യൂണൽ ഇപ്പോൾ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇതിനെതിരെ ഷേഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗ് രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് ഇറങ്ങുകയാണ്. എന്ന് പറഞ്ഞാൽ ഗ്രാമീണ മേഖല മുതൽ രാജ്യ തലസ്ഥാനം വരെ വ്യത്യസ്ത പരിപാടികളുമായി ബന്ധപ്പെട്ട് ഈ മാസം 30 വരെ വിവിധ സംഘർഷ സമാനമായ റാലികൾ, ജാഥകൾ, മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും മുഹമ്മദ് യൂനിസിന്റെ സർക്കാർ ഇതിനെ പ്രതിരോധിക്കും, അടിച്ചമർത്താൻ ശ്രമിക്കും. അതിനെ എങ്ങനെ അവാമി ലീഗ് മറികടക്കും എന്നതിനനുസരിച്ചായിരിക്കും ബംഗ്ലാദേശിലെ വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ സാമൂഹിക അവസ്ഥ എന്ന് പറയാം. ഇപ്പോൾ നിലവിൽ ബംഗ്ലാദേശിൽ ഇടയ്ക്കിടയ്ക്ക് വലിയ തീപിടുത്തം ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ തീപിടുത്തത്തിൽ 100ഓളം വീടുകൾ പൂർണ്ണമായിട്ടും കത്തി നശിച്ചു. ഏതാനും വ്യാപാര സ്ഥാപനങ്ങളൊക്കെ നശിച്ചു. ഇതിനൊക്കെ പിന്നിൽ ആരാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഇതേക്കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും അവാമി ലീഗ് ഒരു പ്രതിഷേധത്തിനല്ലേ പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നത് യുവാക്കളെ കൂടി മുന്നിൽ നിർത്തിക്കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൽ വീണ്ടും ഒരു ജൻസി പ്രക്ഷോഭത്തിനുള്ള അരങ്ങൊരുങ്ങുന്നു. എങ്ങനെയാണോ ഷേഖ് ഹസീനയെ അട്ടിമറിച്ചുകൊണ്ട് ഈ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ജമാഅത്ത് ഇസ്ലാമി ഭരണം പിടിച്ചത്, അതിന് സമാനമായ രീതിയിൽ അവാമി ലീഗ് രംഗത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇവർക്ക് പിന്തുണയുമായിട്ട് BNPയും വരുന്നുണ്ട്. BNPയുടെ ആക്ടിംഗ് ചെയർമാനായിട്ടുള്ള താരിഖ് റഹ്മാൻ പറയുകയാണ്, നിലവിൽ അവിടെ നടത്തുന്ന ഭരണം രാജ്യത്തെ ഒരു നാശത്തിലേക്ക് നയിക്കുന്നതാണ്, അല്ലെ വികസന മുരടിപ്പിലേക്ക് നയിക്കുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു കലാപമോ അല്ലെങ്കിൽ സമരമോ ഒക്കെ നടത്തിയാൽ പറയുന്ന ബംഗ്ലാദേശ് ഭരണകൂടം അതിനെ അടിച്ചമർത്തും. അങ്ങനെ അടിച്ചമർത്തിയാൽ പിന്തുണ വേണം. അങ്ങനെ പിന്തുണയുമായിട്ട് ഇന്ത്യ വരും എന്നുള്ളതാണ് ഇപ്പോൾ BNPയും അവാമി ലീഗും ഒക്കെ പ്രതീക്ഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവാമി ലീഗിൻ്റെ ഈ നീക്കത്തിന് മൗനമായ ഒരു പിന്തുണ BNP നൽകുന്നുണ്ട്. BNPയുടെ നേതാവായുള്ള ഈ താരിഖ് റഹ്മാൻ ചോദിച്ച മറ്റൊരു കാര്യമുണ്ട്. ഇപ്പം അവിടെ ഭരണത്തിലിരിക്കുന്ന മുഹമ്മദ് യൂനിസ് സർക്കാർ ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരല്ല, ഒരു താൽക്കാലിക ഭരണകൂടവും അതിൻ്റെ ഉപദേശകനും മാത്രമാണ്. ഇപ്പോൾ ആ രാജ്യത്തെ ഭരണാധികാരികൾ ചെയ്യുന്നത് രാജ്യത്തിൻ്റെ സ്വത്തുവകകൾ മുഴുവൻ വിറ്റ് തുലയ്ക്കുകയാണ്. ആ രാജ്യത്തെ തുറമുഖങ്ങൾ, എയർപോർട്ടുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇതൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളിലെ കമ്പനികൾക്ക് പാട്ടത്തിന് നൽകുന്നു. 1-2 വർഷത്തേക്കല്ല, 20 മുതൽ 40 വർഷക്കാലത്തേക്ക്. എന്ന് പറഞ്ഞാൽ ഒരു 40 വർഷക്കാലം വരെ ഇനി ബംഗ്ലാദേശിന് ഈ പോർട്ടുകളുടെ മേലോ വിമാനത്താവളങ്ങളുടെ മേലോ ഒന്നും യാതൊരു അധികാരവും ഉണ്ടായിരിക്കില്ല. ഇതാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പം ചിറ്റഗോങ്ങിൽ തുറമുഖത്ത് ഒരു പുതുതായിട്ട് കണ്ടെയ്നർ ടെർമിനൽ നിർമ്മിച്ചു. ഈ കണ്ടെയ്നർ ടെർമിനലിൻ്റെ നടത്തിപ്പവകാശം നെതർലൻഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിക്ക് നൽകി, അതും 36 വർഷത്തെ പാട്ടക്കരാറിന്. മറ്റൊരു ടെർമിനൽ ഉണ്ട്, അത് 22 വർഷത്തെ കരാറിന് സ്വിറ്റ്സർലൻഡിലെ ഒരു കമ്പനിക്ക് നൽകി. ഇത് അമേരിക്കയ്ക്കും പാകിസ്ഥാനുമൊക്കെ താല്പര്യമുള്ള കമ്പനികളാണെന്ന് മനസ്സിലാക്കുന്നത്. ഇതാണ് BNPയുടെ നേതാവ് ചോദിക്കുന്നത്, ഇയാൾക്ക് എങ്ങനെയാണ് ഈ കമ്പനികൾ, ഈ പോർട്ടുകളൊക്കെ തന്നെ വിദേശ രാജ്യങ്ങൾക്ക് അല്ലെ ആ കമ്പനികൾക്ക് പാട്ടത്തിന് നൽകാൻ കഴിയുന്നത്? ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരൊന്നും അല്ലല്ലോ, താൽക്കാലികമായി ആ കാര്യങ്ങൾ നോക്കേണ്ട ഒരു സർക്കാരല്ലേ എന്ന് പറയുന്നു. അതുകൊണ്ടാണ് അവാമി ലീഗ് ഇതുവരെ ഒരു സംഘർഷത്തിനൊന്നും തുനിഞ്ഞിട്ടില്ലെങ്കിലും ഇനി രണ്ടും കൽപ്പിച്ച് രംഗത്തേക്ക് ഇറങ്ങുന്നു. കാരണം ഫെബ്രുവരി മാസത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവാമി ലീഗിന് മത്സരിക്കാൻ
അനുവദിക്കാൻ അവകാശമില്ല എന്ന രീതിയിലാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ നീക്കങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രതികരിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും ആ രാജ്യത്തേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത വിധം അവർ ഒതുക്കപ്പെടും. അതുകൊണ്ടാണ് യുവാക്കളെ രംഗത്തിറങ്ങിക്കൊണ്ട് അവാമി ലീഗ് നേരിട്ട് പ്രക്ഷോഭത്തിലേക്ക് വരുന്നത്. ഇവർ ഈ ആക്രമണത്തിന് അല്ലെങ്കിൽ എന്താ പറയുക അക്രമ സമാനമായ പ്രതിഷേധ പ്രകടനത്തിനൊന്നും തയ്യാറല്ല. അതുകൊണ്ടാണ് അന്ന് ജൻസി കലാപം നടന്നപ്പോൾ ഇവർ സ്വയം ഉള്ളിലേക്ക് ഒതുങ്ങുകയും ആ സമരങ്ങളിലൊന്നും പങ്കെടുക്കുകയും ചെയ്യാതിരുന്നത്. അതുകൊണ്ട് സംഭവിച്ചത് ഷേഖ് ഹസീനയ്ക്ക് ഭരണം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഇവിടെ ഈ പറയുന്ന പോലെ കമ്പനികളെല്ലാം വിറ്റ് തുലയ്ക്കുന്ന നിലപാടിനെതിരെ അവാമി ലീഗും BNPയും പരസ്യ പ്രതിഷേധത്തിനും പ്രക്ഷോഭത്തിനും ഇറങ്ങിയാൽ അടിച്ചമർത്താൻ സർക്കാർ വരും. അങ്ങനെ വരികയാണെങ്കിൽ സഹായിക്കാൻ ഇന്ത്യ ഇറങ്ങണം. ഇന്ത്യ ഇറങ്ങിയാൽ ഒരുപക്ഷെ രാജ്യം തന്നെ രണ്ടായിട്ട് വിഭജിച്ചു പോകാം. ഇവിടെ അമേരിക്കയും പാകിസ്ഥാനും നടത്തുന്ന കള്ളക്കളിയും കൊണ്ട് നമ്മൾ നോക്കണം. ഇപ്പം മ്യാൻമർ എന്ന് പറയുന്ന രാജ്യം, ഈ രാജ്യത്തെ തുറമുഖം നമ്മൾ പാട്ടത്തിലെടുത്തു. അതായത് ഇന്ത്യയിലെ ഒരു കമ്പനി, ആ കമ്പനി പാട്ടത്തിലെടുത്ത് കഴിഞ്ഞപ്പോൾ ഉടനെ യൂറോപ്യൻ യൂണിയനിലെ ചില രാജ്യങ്ങൾ അമേരിക്കയൊക്കെ രംഗത്ത് വന്നിച്ച് പറഞ്ഞു അവിടെ ഇപ്പോൾ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരല്ല ഭരിക്കുന്നത്, അവിടെ പട്ടാള അട്ടിമറിയിലൂടെ വന്ന ഒരു ഭരണകൂടമാണ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ മ്യാൻമാറിലെ കമ്പനിയെ അല്ലെ മ്യാൻമാറിലെ പോർട്ടൊക്കെ ഈ പറയുന്ന പാട്ടത്തിനെടുക്കാൻ കഴിയും? അതുകൊണ്ട് അത്തരം തുറമുഖങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ എടുക്കുന്ന നിലപാട് ലജ്ജാകരമാണ്. നിങ്ങൾ അതിൽ നിന്ന് പിന്മാറണം. മാത്രമല്ല അവിടുത്തെ ഇന്ത്യക്കെതിരായിട്ടുള്ള കുറേ മാധ്യമങ്ങളെ മനുഷ്യാവകാശ സംഘടനകളെയൊക്കെ രംഗത്തിറക്കിക്കൊണ്ട് വലിയ പ്രതിഷേധവും സംഘടിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ അമേരിക്കയുടെ ഇരട്ടത്താപ്പ് നോക്ക്. ഇവിടെ അവർക്ക് താല്പര്യമുള്ള കമ്പനികൾക്ക് ബംഗ്ലാദേശിലെ തുറമുഖവും വിമാനത്താവളങ്ങളും ഒക്കെ പാട്ടത്തിന് നൽകുന്നു. മ്യാൻമറിൻ്റെ കാര്യം വന്നപ്പോൾ അവിടെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരല്ല എന്ന് പറഞ്ഞ് അദാനിയുടെ ഉൾപ്പെടെയുള്ള കമ്പനികൾക്കെതിരെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. എന്തായാലും 30-40 വർഷത്തേക്ക് ബംഗ്ലാദേശിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ കമ്പനികളെല്ലാം തന്നെ മറ്റൊരു രാജ്യത്തിന് തീറ എഴുതുന്നതിനെതിരെ അവാമി ലീഗ് പ്രതിഷേധത്തിന് രംഗത്ത് വരികയാണ്. പാകിസ്ഥാൻ്റെ അതേ പാത പിന്തുടരുന്ന രീതിയിൽ ബംഗ്ലാദേശ് പോവുകയാണെങ്കിൽ ഇനി ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. നിലവിൽ അവാമി ലീഗ് ബംഗ്ലാദേശിൽ ഏറ്റവും അധികം ജനസ്വാധീനമുള്ള ഏറ്റവും അധികം അംഗങ്ങളുള്ള പാർട്ടിയാണ്. പക്ഷേ മുഹമ്മദ് യൂനിസ് സർക്കാർ അവരെ അടിച്ചമർത്തി നിർത്തുന്നതുകൊണ്ട് അവർക്ക് യാതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അടുത്ത ഫെബ്രുവരിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ അവാമി ലീഗിന് വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് വരണമെങ്കിൽ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ പ്രതിഷേധം തങ്ങളുടെ സാന്നിധ്യമൊക്കെ അറിയിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഷേഖ് ഹസീന എന്ന് പറയുന്ന ഭരണാധികാരിയെ മാറ്റി നിർത്തി പുതിയ നേതാക്കൾ അവാമി ലീഗിൻ്റെ തലപ്പത്തേക്ക് വരണമെന്നുള്ള ഒരു പൊതുവികാരവും ഉണർന്നിട്ടുണ്ട്. അതായത് സുരക്ഷാ സംവിധാനത്തിൻ്റെ പിന്തുണയുള്ള രാജവംശമല്ല നമുക്ക് വേണ്ടത്, വോട്ട് നേടിക്കൊണ്ട് മത്സരിക്കാൻ എത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾ, തെറ്റുണ്ടായെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടികൾ, അങ്ങനെ BNPയും അവാമി ലീഗും ഒക്കെ നിൽക്കട്ടെ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ CIA അല്ലെങ്കിൽ ISI ഒക്കെ നിയന്ത്രിക്കുന്ന പാവ ഭരണകൂടം അവിടെ വരികയും രാജ്യത്തിൻ്റെ വികസന നയങ്ങളെ പൂർണ്ണമായിട്ടും അട്ടിമറിക്കുകയും ചെയ്യും. എന്തായാലും ഇന്ത്യയാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം രൂപീകരിക്കാൻ സഹായിച്ചത്, ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ മാനിക്കുന്നു എന്നൊക്കെ അവാമി ലീഗിൻ്റെ പ്രവർത്തകരും BNPയുടെ പ്രവർത്തകരും ഒക്കെ പരസ്യമായി പറയുന്നു. അതായത് ഏതെങ്കിലും തരത്തിലൊരു ജൻസി പ്രക്ഷോഭം ഏറ്റുമുട്ടലിൻ്റെ വക്കലിലേക്ക് എത്തിയാൽ ഇന്ത്യയുടെ സഹായം വേണം, ഇന്ത്യയുടെ പിന്തുണ വേണം. അജിത് ഡോവൽ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ നിരീക്ഷണം എപ്പോഴും ബംഗ്ലാദേശിന് മേലുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ പാകിസ്ഥാന്, ചൈനയ്ക്ക്, അമേരിക്കയ്ക്കൊക്കെ താല്പര്യമുള്ള ഒരു ഭരണകൂടത്തെ, അതായത് മുഹമ്മദ് യൂനിസ് സർക്കാരിനെ എത്രയും വേഗം പുറത്താക്കി ജനാധിപത്യപരമായിട്ട് അവിടെ തിരഞ്ഞെടുക്കുന്ന ഒരു സർക്കാർ അധികാരത്തിലേക്ക് എത്തണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതിന് ഇന്ത്യയുടെ പരോക്ഷമായ സഹായവും കൂടി വേണം. ഇവിടെ അവാമി ലീഗിനെ മത്സരിപ്പിക്കില്ല എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഏകാധിപത്യം അവിടെ നിലനിർത്താനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ്. എന്തായാലും ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി ഇന്ത്യ നിലകൊള്ളുകയും ഇപ്പുറത്ത് അമേരിക്കയും പാകിസ്ഥാനും അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി സർക്കാരുകളെ പിന്താങ്ങുകയും ചെയ്താൽ വലിയൊരു കലാപം അല്ലെങ്കിൽ രൂക്ഷമായി ഏറ്റുമുട്ടലുണ്ടാകും. അങ്ങനെ സംഭവിച്ചാൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം വീണ്ടും വിഭജിക്കപ്പെടാനുള്ള സാധ്യത പോലും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാനിൽ ഇപ്പോഴുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ ബംഗ്ലാദേശിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്നു. അതുകൊണ്ട് അവർക്ക് സ്വസ്ഥമായ ഒരു പൗരജീവിതം വേണം, സമാധാനപരമായിട്ട് മുന്നോട്ട് പോകണം, രാജ്യം വികസന കുതിപ്പിലേക്ക് നീങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണ്. അവർ അവാമി ലീഗിനെയും BNPയെയും ഒക്കെ പിന്തുണച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.